ചെയ്തിരുന്ന കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഞാൻ ഹെയർ കെയർ എൻ്റെ കാര്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയത് എന്താ പറയുക, ഞാൻ യുഎയിലേക്ക് വന്നതിന് ശേഷമാണ് കേട്ടോ. കാരണം എനിക്ക് യുഎയിലേക്ക് വരുമ്പോൾ തന്നെ മുടി ഉണ്ടായിരുന്നില്ല, ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടായിരുന്നു ഞാൻ യുഎയിലേക്ക് വന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞു ഇവിടുത്തെ ചൂടാകുമ്പോൾ മുടി പോകുന്നു. അപ്പം ഞാൻ ആലോചിച്ചരാം എന്താ ഇപ്പം തന്നെ മുടിയില്ല, അപ്പോൾ പിന്നെ യുഎയിലേക്ക് വന്നാലും കൂടെ മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് മുട്ടച്ചായി പോലെ എന്നൊക്കെ ഞാൻ ടെൻഷൻ അടിച്ചു, പേടിച്ചു. അങ്ങനെയാണ് ഞാൻ ഹെയർ കെയർ കാര്യമായിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മുടി പിന്നെയും മുളച്ച് പുതിയതൊക്കെ പുതിയ മുടികളൊക്കെ മുളച്ച് വരാൻ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഹെയർ കെയർ ചെയ്ത വരും ഉറപ്പാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ കുറേ നാളത്തെ ഒരു ക്യാപ്റ്റനേഷൻ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണേ. സബ്ജക്റ്റ് വരുന്നല്ല, എൻ്റെ ഹെയർ കെയർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് തവണ മുടി ഒഴിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ പോലൊന്നല്ല, നല്ല രീതിയിൽ തന്നെ മുടി നമ്മളിങ്ങനെ മുടിയിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ കൈ നിറച്ച് മുടി വരുന്ന ടൈപ്പ്, അതേപോലെ എനിക്ക് മുടി ഒരുപാട് കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ചെയ്ത ഒരു 2-3 കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അതിൽ ആദ്യത്തേതൊരു ഹെയർ പാക്കാണ്. നിങ്ങൾക്കറിയാം ഒരുപാട് ഹെയർ കെയർ വീഡിയോസ് യൂട്യൂബിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഇവിടെയും ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാനിവിടെ പറഞ്ഞു തരുന്നത് ഞാൻ എങ്ങനെയാണ് അത് ഉപയോഗിച്ചത് എന്നുള്ള രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടോയെന്ന് അറിയില്ല, മുമ്പത്തും മുടിയുടെ ഉണ്ടോയെന്ന് അറിയില്ല. അന്ന് ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ തുടങ്ങുന്ന ചാനലൊക്കെ തുടങ്ങുന്ന ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ നോക്കാം, പഴയ ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ എനിക്ക് ഒരു കോളേജ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മുടിയായിരുന്നു. കോളേജ് തുടങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ മുടി എവിടേക്കാണ് പോയെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ ഭയങ്കര മുടി കൊഴിച്ചിലായി പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് തവണ എൻ്റെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അത് 1, 2, 3, 4 പ്രാവശ്യം എന്നല്ല, ഒരുപാട് തവണ പല കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ലാസ്റ്റ് കൊഴിഞ്ഞു പോയത് ഡെലിവറിക്ക് ശേഷമാണ്. അതും എന്താ പറയുക, അതും ആ മുടി കൊഴിച്ചിലൊക്കെ മാറി. പിന്നെ ഇപ്പോൾ എൻ്റെ തലയിൽ താരം നിറഞ്ഞിട്ട് പിന്നെയും മുടി കൊഴിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ ഈ പാക്ക് പിന്നെയും ഇട്ട് തുടങ്ങാനായിട്ട് കാരണം കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചൊരു വീഡിയോ ആയിട്ട് ഇടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയ്ക്ക് കിടക്കാം. അത് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഐറ്റമാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒന്ന് ചെറുപയറാണ്, പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഉലുവ, പിന്നെ റോസ്മേരി. ഈ 3 ഐറ്റംസാണ് ഞാൻ എൻ്റെ പാക്കിൽ യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു പാക്ക് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ, വേറെ ഒരു ഹെയർ പാക്കും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുറച്ച് പാകത്തിന് നിങ്ങളുടെ മുടിക്ക് എത്രയാണോ വേണ്ടത് അത്രയും അളവ് കണക്കാക്കിയിട്ട് കുറച്ച് ചെറുപയറും അതുപോലെ തന്നെ ഉലുവയും വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് കുതിർത്താട്ട് വയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് റോസ്മേരിയും കൂടെ ഇട്ടിട്ട് ഒരു ഓവർനൈറ്റ് വയ്ക്കാം. എന്നിട്ട് പിറ്റേന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഒന്നല്ലെങ്കിൽ കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഞാനിവിടെ അരിപ്പ വെച്ചിട്ടാണ് അരിച്ചെടുത്തത്. അപ്പോൾ എനിക്കിത് ഏതാണ്ട് ഈ കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം തിക്കുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അത്യാവശ്യം തിക്കുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ അത് അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിന് തൊട്ട് മുന്നേ തലയിൽ അപ്ലൈ ചെയ്യണേക്കാട്ടും മുന്നായിട്ട് മുടിയിലുള്ള ചെടക്ക് സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെ മുടിയിലുള്ള കെട്ടൊക്കെ തീർക്കാം. എൻ്റെ മുടി പെട്ടെന്ന് കെട്ടുപിടിക്കുന്ന ടൈപ്പാണ് കേട്ടോ, പെട്ടെന്ന് കെട്ടുപിടിക്കുവേ. അപ്പോൾ കെട്ടൊക്കെ തീർത്ത് ചെറുതായി ഒന്ന് എണ്ണ വെളിച്ചെണ്ണ നിങ്ങൾ തലയിൽ ഏത് എണ്ണയാണ് തേക്കുന്നത് അതൊന്ന് അപ്ലൈ ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും. കാരണം ഉലുവ ഇട്ട് കാരണം മുടി ഭയങ്കരമായിട്ട് റഫായി പോകും. അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുതായി നമ്മൾ തേക്കുന്ന ഓയിൽ തലയിൽ തേച്ച് കൊടുക്കാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 20 മിനിറ്റ് ഇരുന്നിട്ട് വാഷ് ചെയ്ത് കളയാം. ഷാമ്പു ഇടണമെന്നില്ല കേട്ടോ. നമ്മൾ ഉലുവൊക്കെ ചേർത്തുള്ള കാരണം ഇത് നമ്മൾ കഴുകുമ്പോൾ തന്നെ മുടിയിലത്തെ എണ്ണമയൊക്കെ പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരു പാക്ക്. ഓക്കെ, ഒരു പാക്ക് നല്ല ഈ ഒരു പാക്ക് മാത്രമേ മുടിയിൽ ഇടാറുള്ളൂ കേട്ടോ. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇപ്പോഴത്തെ മുടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ മുടി കേട്ടോ. ഇപ്പം ഞാൻ തലയിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് തേച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ മുടിയിൽ ചെയ്തിരുന്ന ഹെയർ പാക്ക് കേട്ടോ. വേറെ ഒരു പാക്കും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇതൊരു പാക്കായിട്ട് ഞാൻ ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിക്കായിരുന്നു. പിന്നെ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തിരുന്ന ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടല്ലോ, ആ ഇ ക്യാപ്സൂൾ നിങ്ങളുടെ മുടിയുടെ തിക്നെസ് എത്രയാണോ അതിനനുസരിച്ചിട്ട് 1, 2 എടുത്തിട്ട് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ എന്താണോ, കാച്ചെണ്ണ എന്താണോ, അത് ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് ഈ ക്യാപ്സൂൾ കൂടെ അതിൽ പൊട്ടിച്ച് മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക. തേച്ചിട്ട് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക. അന്ന് ഞാൻ ഷാമ്പു വാഷ് ചെയ്ത് കളയുമായിരുന്നു കേട്ടോ. വിറ്റാമിൻ ഇ ക്യാപ്സൂൾ അപ്ലൈ ചെയ്യുന്ന ദിവസം ഞാൻ ഷാമ്പു വാഷ് ചെയ്യുമായിരുന്നു. കാരണം അത് ഇത്തിരി തിക്കാണല്ലോ ഓയിൽ. അപ്പോൾ ഞാൻ ഷാമ്പു വാഷ് ചെയ്ത് കളയായിരുന്നു. പിന്നെ ചെയ്തിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കായിരുന്നു. ഒരു ദിവസം 2, 2.5 ലിറ്റർ 3 ലിറ്റർ വരെയൊക്കെ ഞാൻ വെള്ളം കുടിക്കായിരുന്നു. പിന്നെ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡും കൂടെ കഴിക്കാൻ നോക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് കുറേയൊക്കെ ഒന്ന് ഒഴിവാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക.
അറിയാം, ലൈഫാണ്, പലതരത്തിലുള്ള ടെൻഷൻസ് ഉണ്ടാവും. അതൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഞാൻ ഹെയർ കെയർ എൻ്റെ കാര്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയത് എന്താ പറയുക, ഞാൻ യു എയിലേക്ക് വന്നതിന് ശേഷമാണ് കേട്ടോ. കാരണം എനിക്ക് യു എയിലേക്ക് വരുമ്പോൾ തന്നെ മുടി ഉണ്ടായിരുന്നില്ല, ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടായിരുന്നു ഞാൻ യു എയിലേക്ക് വന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞു ഇവിടുത്തെ ചൂടാകുമ്പോൾ മുടി പോകുന്നു. അപ്പം ഞാൻ ആലോചിച്ചരാ എന്താ ഇപ്പം തന്നെ മുടിയില്ല, അപ്പോൾ പിന്നെ യു എയിലേക്ക് വന്നാലും കൂടെ മുടി കൊഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ആകെ മുട്ടച്ചായി പോകുമല്ലോ എന്നൊക്കെ ഞാൻ ടെൻഷൻ അടിച്ചു, പേടിച്ചു. അങ്ങനെയാണ് ഞാൻ ഹെയർ കെയർ കാര്യമായിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മുടി പിന്നെയും മുളച്ച് പുതിയ മുടികളൊക്കെ മുളച്ച് വരാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഹെയർ കെയർ ചെയ്ത വരും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കാര്യം ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു 1.5 മാസം ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.